എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞനുജന്മാരുണ്ട്, എൻ്റെ പിതാക്കന്മാരുടെ പ്രായമുള്ളവരുണ്ട്, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ പ്രായമുള്ളവരുണ്ട്. അവരെല്ലാം നമ്മുടെ ഇടവകയുടെ മദ്ബഹായുടെ പണികളാണെങ്കിലും പള്ളിയുടെ മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ആണെങ്കിലും ആശാശുശ്രൂഷയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും പ്രോത്സാഹനം അകമഴിഞ്ഞതായിരുന്നു. ഒരു സ്വപ്നം കാണാൻ പറ്റാത്തതായ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതൊക്കെ ഇവരുടെയും കൂടെ പ്രചോദനമാണ്. നാട്ടിലുള്ളവരുടേത് സഹായം മറന്നുകൊണ്ടല്ല എന്നുള്ളത് പ്രത്യേകമായി അടിവരയിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തന്നത് ഒന്നും അതിന് വിലയില്ലേ എന്ന് ചോദിച്ചേക്കാം. അല്ല, നിങ്ങൾ തന്നതും വളരെ പ്രോത്സാഹനമാണ്. എങ്കിൽ തന്നെയും ഇവിടെ ഏറ്റവും പ്രോത്സാഹനമായ സഹകരണത്തിന് ഒരിക്കൽ കൂടി ഇടവകയുടെ ശുശ്രൂഷകൻ എന്നുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുകയാണ്. ഈ യോഗത്തിന് പ്രസിഡൻഷ്യൽ അഡ്രസ് സമർപ്പിക്കാൻ അഭിവന്യ തിരുമേനിയെ ഭക്ത്യാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ പ്രവാസി അല്ലാത്ത വികാരി അച്ഛനും നമ്മുടെ MP ആയിരിക്കുന്ന ശ്രീമാൻ എൻ്റെ അടുത്ത് വച്ചിരിക്കുന്ന സജി കളിക്കലിലും പിന്നെ പ്രവാസികളായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും, എല്ലാം ചെറുപ്പക്കാരാണ്, ഒരാൾ പോലും നരച്ചതില്ല. ഇനിയും പ്രവാസികളാകാൻ സാധ്യതയുള്ള ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അല്ലാത്തവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെല്ലാം പ്രവാസികളാണ്. ഈ ഭൂമി ജനിച്ചവരെല്ലാം പ്രവാസികളാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു ദേശം വിട്ട്, ജന്മദേശം വിട്ട് വേറൊരിടത്ത് പോകുന്നവരെ പ്രവാസി എന്ന് വിളിക്കുന്നത്. ഇവരാരും അങ്ങനെ പ്രവാസിയാകുന്നതെന്ന് എനിക്കറിയാൻ മേല. ജീവിക്കാൻ വേണ്ടി, ഉദ്യോഗം കിട്ടാൻ വേണ്ടി പോയാൽ അവർ ഗൾഫിലാണെങ്കിൽ തിരിച്ച് വന്നിരിക്കും. പിന്നെ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ആണെങ്കിൽ ഒന്നും പറയാൻ വയ്യ. അവർ വന്നെന്നിരിക്കാം, വന്നില്ലെന്നിരിക്കാം. എന്നാലും ഗൾഫിലുള്ളവരെല്ലാം തിരിച്ചു വരുമെന്നുള്ള ഉറപ്പാണ്. എന്തായാലും നിങ്ങളുടെ ഇടവക നിങ്ങളെ മറന്നില്ല എന്നുള്ളതിൽ എനിക്കും സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ മുളന്തുരുത്തി പള്ളിയിൽ പെരുന്നാളിൻ്റെ അന്ന് ഡിസംബർ മാസം 21-ാം തീയതി ആ പള്ളിയിൽ നിന്ന് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്ന എല്ലാവരെയും അവരെ അന്ന് ആദരിക്കും. അതിന് ചെറിയ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയിലെ പെട്ട പെൺകുട്ടികൾ വിവാഹം കഴിച്ച് പല സഭയിലുമൊക്കെ പോയിട്ടുള്ളൂ. അവരെല്ലാം വരുമെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ VIPs ആണ് ഇവർ, ഇന്ന് നിങ്ങളുടെ ദിവസമായി ഇന്ന്. അതുകൊണ്ട് പ്രവാസികൾ എന്ന് പറയപ്പെടുന്ന ഈ ഇടവക്കാരായ എല്ലാ സജ്ജനങ്ങളെയും പ്രവീണച്ചൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉദ്യോഗകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഗൾഫിലൊക്കെ, അതുകൊണ്ട് അവരിഞ്ഞ് പോരുന്നത്. ചൂട് കൂടുമ്പോൾ സഹിക്കാൻ ഇപ്പോൾ 50-55 ചൂടുണ്ട്. ഏതായാലും ഞാൻ ചൂടില്ലാത്ത സന്ദർഭത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ ജോലി ചെയ്യാൻ, നിങ്ങളുടെ കുടുംബം പുലർത്താൻ, നിങ്ങളുടെ മക്കളെ വളർത്താൻ, പഠിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങൾ എന്തെല്ലാം മനസ്സിൽ കരുതിയിരിക്കുന്ന നല്ലതെല്ലാം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നല്ലതെല്ലാം ദീർഘായുസ് നേരുന്നു. നിങ്ങളുടെ ഇടവചനങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് നന്മ നേരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒന്നാണ്, ഒരു കുടുംബമാണ്. നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ യോഗത്തിന് ആശംസകൾ സമർപ്പിക്കാൻ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സജി കളിക്കൽ എത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിൽ എന്താവശ്യത്തിന് വന്നാലും അദ്ദേഹത്തിൻ്റെ ജോലിയും അതിൻ്റെ എല്ലാ എഫേർട്ടും എടുത്ത് എല്ലാവർക്കും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു. അഭിമന്യ തിരുമേനിക്കൊക്കെ ഒത്തിരി സഹായമാണ് പ്രിയപ്പെട്ട സഹിച്ചാൻ. അതുപോലെ തന്നെ മലങ്കര സഭയിലെ ആര് ചെന്നാലും ഒരു സഹായത്തിനായിട്ട് ചെന്നാൽ സഹിച്ചാൻ മനസ്സ് തുറന്ന് അനേകം ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ സഹായിക്കാവുന്നതിൻ്റെ പരമാവധി സഹായിക്കും. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സജി കളിക്കലിനെ ഈ യോഗത്തിൽ ആശംസ സമർപ്പിക്കാനായി ക്ഷണിക്കാം. അഭിവന്ദ തിരുമനസ്, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പ്രവീണച്ചൻ, വി തോമസ് അച്ഛൻ, മറ്റു വൈദികരെ, ഈ വേദിയിലിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള ഇടവക ജനങ്ങളെ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു അവസരം ലഭിച്ചത്. ഞാൻ ഇന്നത്തെ പെരുന്നാളിന് കടന്നു വരണമെന്ന് 2 ദിവസം കൊണ്ടേ ആഗ്രഹിച്ചു. പ്രത്യേകിച്ചും
പ്രവീണച്ചൻ്റെ ക്ഷണം സ്വീകരിച്ചും അദ്ദേഹത്തിനോടുള്ള സ്നേഹവും കടപ്പാടും പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട റോയി അച്ഛൻ അഭിവന്ദ്യ നമ്മുടെ കാതോലിക്ക ബാവായിരുന്ന മാത്യു സുധിയൻ ബാവായുടെ അരുമ സന്താനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണ് പ്രവീണച്ചൻ്റെ പിതാവ്. അദ്ദേഹം ദേവലോകത്ത് വരുമ്പോൾ ഞാനുമായിട്ട് കാണുകയും സംസാരിക്കുകയും അന്നു മുതലുണ്ടായ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ മകനിൽ കൂടിയും എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാൻ ദേവലോകത്ത് പരിശുദ്ധ ബാവാ തിരുമനസുമായിട്ട് അരമനയിൽ താമസിക്കുകയും കാതോലിക്കറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലയളവിലാണ് അഭിവന്ദ്യ ഐറേനിയസ് തിരുമേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും റമ്പാം സ്ഥാനം ഏറ്റതിനു ശേഷം ഏകദേശം ഒരാഴ്ചക്കാലം കാതോലിക്കറ്റ് അരമനയിൽ ബാവാ തിരുമനസിനോടൊപ്പം താമസിക്കുകയും 2 ആഴ്ച ബാവാ തിരുമനസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, നമസ്കരിക്കും. അങ്ങനെയുള്ള ആ സമയത്താണ് അഭിവന്ദ്യ തിരുമനസുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായത്. അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ അവിടുന്ന് എനിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയപ്പോൾ അതിനു വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും തന്ന് എന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ബാവാ തിരുമനസും അഭിവന്ദ്യ ഐറേനിയസ് തിരുമേനിയുടെയും പ്രാർത്ഥനയും കൃപയും എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് ഇല്ല. എന്തായിരുന്നാലും ഈ പള്ളിയുടെ വകയിൽ പ്രവാസി മലയാളികളായിരിക്കുന്ന എല്ലാ ഇടവക ജനങ്ങൾക്കും ആശംസ അർപ്പിക്കുകയുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ ഈ കൊച്ചു കേരളം വളരെ പട്ടിണിയിലും പ്രയാസത്തിലും ഒക്കെയായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുവാനും ഭക്ഷണം പോലും കൊടുക്കുവാനും പ്രയാസപ്പെടുന്ന കാലയളവായിരുന്നു എൻ്റെ ചെറുപ്പകാലം. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിദേശത്ത് പോയതിനു ശേഷമാണ് ഒരു അത്ഭുതകരമായ ഒരു വളർച്ച ഈ നാടിന് ഉണ്ടായത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ സഭയ്ക്ക് കാതോലിക്ക ദിനപ്പിരിവ് കിട്ടുമ്പോൾ നിങ്ങളുടെയൊക്കെ കൈകളിൽ ബുക്ക് കിട്ടും. കേരളത്തിലെ ഇടവകൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് വിദേശ മലയാളികൾ നമ്മുടെ ഇടവക ജനങ്ങൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി തരുന്നത്. വീണ്ടും ഞാൻ പറയാം, നമ്മുടെ ഇടവകയിലെ രോഗികളായിരിക്കുന്ന അനേക മക്കൾക്ക് ഈ ഇരിക്കുന്നവരുടെ പ്രയത്നം കൊണ്ട് അനേക ജനങ്ങൾ ഇന്ന് ഈ കേരളത്തിൽ നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ ഇന്ന് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയ അനുഭവിക്കുന്നവർ, കിഡ്നി രോഗത്താൽ പ്രയാസപ്പെടുന്നവർ, ലിവറിന്റെ രോഗത്താൽ പ്രയാസപ്പെടുന്നവർ അനേകരാണ്. അവരുടെയൊക്കെ ചികിത്സ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള മരുന്നുകളാണ് അവർക്ക് നൽകേണ്ടത്. സാധാരണ ജനങ്ങൾക്കൊന്നും താങ്ങുവാൻ സാധിക്കുകയില്ല. അപ്പോഴൊക്കെയും ഈ വിദേശത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹായം വളരെ നിസ്സീമമായി ഒഴുകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രദേശത്ത് അനേക രോഗികൾ ജീവനോടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഇവരൊക്കെയും വിദേശത്ത് പോയി അവരുടെ ചോര നീരാക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പള്ളിയുടെയൊക്കെ പള്ളിയും നമ്മുടെ പരിസരവും നമ്മുടെ ഭവനവും നമ്മുടെ ഇടവകയും ഒക്കെയും അത്ഭുതകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവിടെ സന്തോഷിച്ചുല്ലസിച്ച് ജീവിക്കുകയാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിലെ മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് അവിടെ ജോലി ചെയ്ത് നിങ്ങളുടെ ചോര നീരാക്കി ഒഴുക്കുന്ന ഈ പണം കൊണ്ടാണ്
ഞങ്ങൾ ഇവിടെയൊക്കെ ഈ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നടക്കുന്നത് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. എല്ലാ വിദേശികൾക്കും മാതാപിതാക്കളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയോ ഭാര്യയോ ഒന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. 10, 15, 16 വർഷം കഴിയുമ്പോൾ അവർ രോഗികളായിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരിമാരെ, മക്കളെ, ഇവരെ തള്ളിക്കളയരുത്. ശാലേം ഭവനം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് നമുക്ക്, പക്കോമ്യൂസ് തിരുമനസിന്റെ ഓർമ്മയ്ക്കായിട്ട്. അവിടെ വിദേശികളായിട്ടുള്ള പ്രായമുള്ളവരും സ്വദേശികളായിട്ടുള്ള പ്രായമുള്ളവരുമുണ്ട്. അവിടെ പലപ്പോഴും ഞങ്ങൾ കമ്മിറ്റിക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് താമസിക്കുന്ന വൃദ്ധജനങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ അവരുടെ ബന്ധുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിക്കും, എന്റെ മക്കളെ അറിയാമോ, എന്റെ സഹോദരങ്ങളെ അറിയാമോ? ഓണത്തിന് എന്നെ കൂട്ടിക്കൊണ്ടു വരുവാൻ ചിലപ്പോൾ അവർ വരുമായിരിക്കും. വഴിക്കണ്ണുമായിട്ട് നോക്കിയിട്ടിക്കുക വൃദ്ധജനങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവർ വിദേശവാസം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൻ്റെ അത്രയും സ്നേഹം കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മനോരമയിലൊരു ലേഖനം കണ്ടു. ഞായറാഴ്ചത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് വ്യാപാരി അദ്ദേഹത്തിന്റെ മകനെ കൊച്ചിയിൽ ഒരു ബംഗാളിയായിട്ട് ജോലി എടുക്കാൻ വിട്ടു. 10,000 കോടിയിലേറെ വരുമാനം, പ്രതിശീർഷ വരുമാനമുള്ള ഡയമണ്ട് കമ്പനി ഒരു രാജാവിന്റെ മകനെ പോലെ വാഴേണ്ട മകനെ ബംഗാളിയുടെ രൂപത്തിൽ ഈ കൊച്ചിയിൽ വിട്ടു. എന്തിനാണെന്നറിയാമോ? അവന് വിശപ്പൊന്നറിയണം, ദാഹമൊന്നറിയണം, പ്രകൃതിയുടെ ചൂടും തണുപ്പുമൊന്നറിയണം. ഏക മകനെ ഇവിടെ 1 മാസക്കാലം ബംഗാളിയായിട്ട് ഈ കൊച്ചിയിൽ ജോലിക്ക് വിട്ടു. എൻ്റെ മകന് 10ാം ക്ലാസ്സൊക്കെ പാസ്സായതിനു ശേഷം അവൻ എന്നോട് പറഞ്ഞു ഒരു ദിവസം, പപ്പ എനിക്ക് പടിയറ്റയിലെ അണ്ണൻ്റെ കൂടെ കട്ടയുടെ പണിക്ക് പോകണമെന്ന് തമാശയ്ക്ക് പറഞ്ഞതാണ്. കാര്യമായിട്ടായിരിക്കാം, ചിലപ്പോൾ പൈസയുടെ ഒക്കെ ആവശ്യം കാണുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളങ്ങ് നീറി. കാര്യം എനിക്കും എൻ്റെ വൈഫിനും ജോലിയുണ്ട്. എൻ്റെ മകൻ വെയിലത്ത് നിന്ന് കട്ട ചുമക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരും. പക്ഷെ ഇന്ന് ഞാൻ ഈ പേപ്പർ വായിച്ചപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മനസ്സു മാറി. നല്ല മാതൃകകൾ നമ്മൾ അനുകരിക്കണം. ഈ വെക്കേഷന് എൻ്റെ മകനെ ഞാൻ വിചാരിക്കുക, ഒരു 2 ദിവസമെങ്കിലും ഈ ദേശത്തിലെ ഏതെങ്കിലും ഒരു പണിക്ക് വിടണം. കാര്യം ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസയുടെ വില അവൻ അറിയണം. എങ്ങനെയാണ് ഈ പൈസയുടെ മൂല്യം എന്താണെന്ന് അവൻ അറിയണം. അവൻ ഒരു ദിവസം പട്ടിണി കിടക്കണം, അവൻ ഒരു ദിവസം വിയർപ്പ് കൊണ്ട് വെയിലത്ത് നിന്ന് വിയർക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ മക്കളെ കൂടുതൽ സുഖിക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. 2 ദിവസമെങ്കിലും ഈ വിയർപ്പിന്റെ അനുഭവം അവരെ അറിയിക്കണം. വിയർപ്പിന്റെ അനുഭവം അറിയിക്കണം. നിങ്ങൾ കിടന്ന പ്രയാസത്തിന്റെ ഫലം, അതിന്റെ ഫലം അവരറിയണമെങ്കിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പ്രദേശത്തോട്ട് ഇറക്കി വിട്ട് അവർ ഈ ചൂടും വെയിലും ഒക്കെ ഒന്ന് അറിയട്ടെ, പണത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. നിങ്ങളിങ്ങനെ ഈ സഭയ്ക്കും സമൂഹത്തിനും വീടിനും വേണ്ടി പ്രയാസപ്പെടുക. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊരു ആദായകരമായി തീരുക. പക്ഷേ നമ്മുടെ മക്കൾ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെ പിൽക്കാല ജീവിതത്തിൽ നമ്മൾ കണ്ടറിയണം. പക്ഷെ കൈവിടാത്തവനായ ഒരു ദൈവമുണ്ട്. വാർദ്ധക്യത്തിലും നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. അവിടെ നിങ്ങളുടെ പ്രവൃത്തികളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ദൈവം ചൊരിഞ്ഞു വരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നോർക്ക റൂട്ട്സ് എന്നുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനം ഈ തൈക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ അറിയാമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് രോഗം വരുമ്പോൾ ഈ കേരള ഗവൺമെന്റ് എംബസി വഴി സഹായിക്കുന്നൊരു സംഘടനയാണ്. അതോടൊപ്പം തന്നെ വിദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും അപകടങ്ങളിൽ പെട്ട് മരിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിനും ഒക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളുണ്ട്, സാമ്പത്തിക സഹായങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനൊക്കെ പല പദ്ധതികളും നോർക്ക റൂട്ട്സ് വഴിയുണ്ട്. അത് ഈ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയാൽ അറിയാം. പ്രൊഫഷണൽ വിദ്യാഭ്യാസം നടത്തുന്നവർക്കും അല്ലാതെ ഉള്ള വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ പല പദ്ധതികളും നോർക്ക റൂട്ട്സിലുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയുക്തമാക്കണം. നിങ്ങൾക്ക് പെൻഷൻ പദ്ധതി വരുവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ചില ക്ഷേമനിധികളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ സ്വായത്തമാക്കണം. സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും
എല്ലാം ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇടവകയുടെ ട്രസ്റ്റിയായി ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ശാമുൽ ഈ സമയത്ത് ചുരുങ്ങിയ വാക്കുകൾ ആശംസ സമർപ്പിക്കുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 150 വീട്ടുകാരുള്ള ഈ ദേവാലയത്തിൻ്റെ ഇന്ന് വരെയുള്ള വികസനത്തിന് ഇവിടുത്തെ ഈ ഇടവകയിലെ നിർദ്ധരായ ഇടവക ജനങ്ങളുടെയും മുൻ പ്രവാസികളും റിട്ടയർമെൻ്റ് എടുത്ത നമ്മുടെ ഇടവകയിലെ ഭൂരിപക്ഷം ജോലിക്കാരും ഇന്ന് നമ്മൾ ആദരിക്കപ്പെടുന്ന ഈ പ്രവാസികളുടെയും സഹായ സഹകരണം ഒന്നു തന്നെയാണ്. ഈ ഇടവകയുടെ ഉയർച്ചയ്ക്ക് കാരണം ഈ ഇടവകയുടെ കൂട്ടായ്മയും ജോലി കിട്ടിയവർ പള്ളിയെ മറക്കാതെ പള്ളിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങളുടെ ആതുര സേവന രംഗങ്ങളിൽ സഹായങ്ങൾ ചെയ്ത് ഇന്നുവരെയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. എന്നും ഈ പ്രവാസികൾക്ക് ജോലി സ്ഥിരതയും വരുമാനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് അരിപ്പാട് ആരാഴിപ്പള്ളിക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഇതിന് മറുപടിയായി ബഹുമാനപ്പെട്ട ഇവരുടെ പ്രതിനിധികളായി ബഹുമാനപ്പെട്ട TS ഡാനിയലും ഷാജു ജോസഫും ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നതായിരിക്കും. ഹിബ്രിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മോൻസിച്ചാൻ്റെ വീട് തന്നെ ഒരു പള്ളിയായി രൂപീകരിച്ച് ആ വീടിൻ്റെ 2 മുറി അവിടെ ഒരു ചെറിയ കോൺഗ്രിഗേഷൻ മാസത്തിൽ 2 പ്രാവശ്യം കുർബാന ക്രമീകരിക്കാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട TS ഡാനിയൽ മോൻസിച്ചാൻ അത് ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരെ വിദേശത്തായിരിക്കുന്ന പള്ളികളിൽ ആധ്യാത്മികമായി ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ കൊയറിലും മറ്റും എല്ലാ പ്രവർത്തനങ്ങളും സജീവ അംഗങ്ങളാണ്. ബഹുമാനപ്പെട്ട TS ഡാനിയൽ അച്ഛൻ ഡാനിയൽ ഈ സമയത്ത് ഒരു 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേൻ, ബഹുമാന്യരായ വൈദികരെ, വളരെയേറെ ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ ഇടവകാരി ഫാദർ പ്രവീണച്ചൻ ആൻഡ് മിസ്റ്റർ സജി, ഞാൻ അല്പനിമിഷത്തിന് മുമ്പ് മാത്രമാണ് അറിഞ്ഞത് ഞാൻ 2 വാക്ക് സംസാരിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. ഞാൻ ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ട്, പ്രവാസികളുടെ ഒരു പ്രതിനിധിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദേവമാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് എൻ്റെ പഴയ ദേവാലയമാണ്. ഇവിടെ വളരെ ചെറിയൊരു ദേവാലയം, അന്ന് 90-ൽ താഴെ മാത്രം ഇടവകങ്ങൾ ഉണ്ടായിരുന്ന ഈ സമയത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അതിനായിട്ട് ജീവിക്കുകയും കുട്ടികളെ മാക്സിമം ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്തി, അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും പ്രായമുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. വിളിച്ചുണർത്തി വലിച്ചെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകാനും യുവനപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥനാ യോഗങ്ങൾ സംബന്ധിപ്പിക്കുവാനും ഒക്കെ ഇവരൊക്കെ ഞാൻ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ കൃതാർത്ഥതയുണ്ട്. അന്ന് അതിലൊക്കെ വന്ന് സംബന്ധിച്ച പലരും ഇക്കൂട്ടത്തിൽ ഉണ്ട്. അവർ പലരും നല്ല രീതിയിൽ തന്നെ ഗൾഫിലൊക്കെ കഴിയുന്നുണ്ട്. എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മസ്കറ്റിൽ മസ്കറ്റ് ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് 270 കിലോമീറ്റർ അപ്പുറത്ത് മാറിയ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് ഇബ്രി എന്നാണ്. നമ്മളുടെ മെയിൻ ചർച്ചിൽ വരുന്ന എല്ലാ തിരുമേനിമാരും ഞങ്ങളുടെ സ്ഥലം സന്ദർശിക്കും.
അത് കണ്ടിട്ട് ഒരു 24 വർഷത്തിന് മുമ്പ് ഞാൻ ജീവിക്കുന്ന എൻ്റെ വീട് ഒരു ഹാളും ഒരു ഡൈനിങ് റൂമും ഒക്കെ കൺവേർട്ട് ചെയ്ത് അത് ഒരു ദേവാലയമാക്കി മാറ്റി അതിൽ എല്ലാ സെക്കൻഡ് ഫ്രൈഡേ സോഹാറിൽ നിന്ന് അല്ലെങ്കിൽ മസ്കറ്റ് മഹായിടവകയിൽ നിന്ന് അച്ഛന്മാർ വന്ന് ശുശ്രൂഷ അർപ്പിക്കുകയും തിരുമാനിമാർ ഒക്കെ വരുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ബലിയർപ്പിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് നിന്നൊക്കെയും പറയാനുള്ള ഒറ്റ കാര്യം, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. അത് 100% സത്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ കാണുന്ന പ്രൗഢിയൊന്നും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പ്രവാസത്തിൽ പോയിട്ടുള്ള 90% ആൾക്കാരും വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് കിട്ടുന്ന പൈസ കൂടി വന്നാൽ ചെലവിന് മാത്രം, അതും ചെലവ് വളരെ ചുരുക്കി, ചെലവിന് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി നാട്ടിലുള്ള മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനും അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു രോഗം വന്നാൽ അവിടുത്തെ ഏതെങ്കിലും സംഘടനകൾ വേണം അവരെ സഹായിക്കാൻ. ആ രീതിയിലുള്ളവരാണ് 90% പ്രവാസികൾ. അവരുടെ കഷ്ടപ്പാടിൻ്റെ പൈസ മിസ്റ്റർ സജി പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് അയച്ചു തന്നെ കുടുംബത്തെ പുലർത്തും. അതിനകത്തുനിന്ന് വേണം എല്ലാ സംഭാവനകളും മാറുവാൻ. അങ്ങനെ കഷ്ടപ്പെടുന്ന പ്രവാസികളാണ് ഞങ്ങളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് അവരെ സജിച്ചാൻ പറഞ്ഞതുപോലെ തന്നെ തള്ളിക്കളയാതെ ഇരിക്കുക, അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം ബഹുമാനം കൊടുക്കുക. സാധാരണയായിട്ട് കണ്ടുവരുന്നത് പ്രവാസികളെ വിളിക്കും, ഏതെങ്കിലും പെരുന്നാളോ എന്തെങ്കിലും വിവാഹ സഹായങ്ങളോ വല്ലതും വേണമെങ്കിൽ പ്രവാസികളെ ഇവിടുന്ന് ട്രസ്റ്റി, സെക്രട്ടറി അല്ലെങ്കിൽ വികാരി വിളിച്ചിട്ട് പറയും, ഇന്ന ആവശ്യങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ അയച്ചു തരണമെന്ന് പറയും. അത്രമാത്രം ആ ബന്ധം അവിടെ വെച്ച് തീർന്നു. അതായത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം അവർ വരും, പള്ളിയിൽ വരും, കുർബാന കാണും. അവധിക്ക് വരുമ്പോൾ പള്ളിയിൽ വരും, കുർബാന കാണും, അവർ പോകും. ഇന്ന് എനിക്ക് കണ്ടിട്ട് വളരെ അതിശയമാണ് തോന്നുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ 3 വർഷവും വളരെ ചുരുക്കമായ ദിവസങ്ങളാണ് എടുക്കുന്നതെങ്കിൽ തന്നെയും 2-3 ദിവസത്തേക്കെങ്കിലും ഞാൻ എൻ്റെ ദേവാലയത്തിൽ ഞാൻ വന്ന് അതിൽ സംബന്ധിക്കാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അതിന് മെയിൻ കാരണം ബഹുമാനപ്പെട്ട വികാരി തന്നെയാണ്, പ്രവീണച്ചൻ. ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ബഹുമാനിക്കാൻ, ഒന്ന് പുരസ്കാരം നിന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയ ആ മനസ്സിനെ ഞാൻ വളരെയേറെ പുകഴ്ത്തുകയാണ്, അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അച്ഛൻ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴും ഒരു അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാവർക്കും കിട്ടും. ഒരു എനർജറ്റിക്കാണ് അച്ഛൻ, ചാടിച്ചാടിയാണ് നിൽക്കുന്നത്. ഇന്നലെ തന്നെ എന്നോടൊപ്പം പരിമല പള്ളിയിൽ വന്നു. അടുത്ത വർഷത്തേക്ക് അഭിമന്യനായ യൂനുസ് തിരുമേനി, അതായത് ഞങ്ങളുടെ ഭദ്രാസനം മെത്രാപ്പൊലീത്തയാണ്, അതായത് ഞങ്ങൾ അഹമ്മദാബാദ് ഭദ്രാസനം മെത്രാപ്പൊലീത്ത അടുത്ത വർഷത്തേക്കുള്ള ഇന്നേ ദിവസം 7-ാം തീയതിക്കുള്ള തിരുമേനിയെ വിശുദ്ധ കർമ്മം അർപ്പിക്കുവാനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സാധാരണ എല്ലായിടത്തും 1 ആഴ്ച 2 ആഴ്ച തീരുമാനങ്ങൾ എടുത്ത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് തിരുമേനിമാരെയൊക്കെ അവർ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കാർക്കും ലഭിക്കാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ അച്ഛൻ്റെ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അച്ഛന് എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനോടൊപ്പം സഹകരിക്കുന്ന കമ്മിറ്റിക്കാരെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അവരൊക്കെ വളരെ സഹകരണത്തോടെ ഒറ്റക്കൈയായിട്ട് പിടിച്ച് മുന്നോട്ട് പോകുന്നു. ഈ കാണുന്ന ഐശ്വര്യങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് ഞങ്ങളെയൊക്കെ ഈ സമയത്ത് ഇവിടെ വരുവാനായിട്ട് ആവേശഭരിതരാക്കി തീർത്തത്. ഞാൻ അധികം നീട്ടുന്നില്ല, എല്ലാവർക്കും ബിസിയാണ്. അപ്പം ഇത്രയും അവസരം ഒരുക്കി തന്ന അച്ഛനും കമ്മിറ്റിക്കാർക്കുമുള്ള നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ബിഹാഫ് ഓഫ് ദി അവർ പ്രവാസീസ്, താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട ഷാജു ജോസഫ്, അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഇടവകയുമായും പ്രത്യേകം നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരിട്ട് ശ്രദ്ധിക്കുകയും
പള്ളിക്ക് ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഷാജി ചാൻഡാണ്. സ്വന്തം റിസ്കിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛൻ, ശുശ്രൂഷക ശ്രേഷ്ഠരെ, നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത് ഒരു അനുഗ്രഹമായി കാണുകയാണ്. വലിയ ഭാഗ്യം, മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമുക്കറിയാം, മർത്തോമാ ശ്ലീഹ എന്ന് പറയുന്ന വലിയ പ്രവാസി, അദ്ദേഹം നട്ട സുവിശേഷത്തിലാണ് ഈ സഭ വളർന്നു വന്നത്. നമ്മെല്ലാവരും അതിൻ്റെ മെമ്പേഴ്സാണ്. ആ ഒരർത്ഥത്തിൽ നാം എല്ലാവരും പ്രവാസികളുമാണ്. അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഒരു അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. ഏകദേശം 1950കളിൽ അവിടെ നമ്മുടെ ഒരു പാരിഷ് സ്ഥാപിക്കപ്പെട്ടു. അന്ന് അടഞ്ഞ ഒരു ലോകമാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ബൈബിളോ അതിനുള്ള അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുപോകാൻ ഒക്കില്ല. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് കസ്റ്റംസിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ച് ബൈബിളും നമ്മുടെ ആരാധനയ്ക്കുള്ള സാധനങ്ങളുമൊക്കെ അവിടെ എത്തിച്ച മുൻ പ്രവാസികളെ വളരെ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ അഭിവന്യ തെയോഫിലോസ് തിരുമേനി, നമ്മുടെ സഭയുടെ അംബാസഡർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ വരികയും ഈ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ മുൻ കാതോലിക്കയായ വട്ടക്കുന്നേൽ ബാബാ തിരുമേനി, അദ്ദേഹവും പള്ളികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. ഇന്ന് കാണുന്ന ഒരു മിഡിൽ ഈസ്റ്റ് അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. വളരെ കഷ്ടപ്പെട്ട് പള്ളികൾ സ്ഥാപിക്കുകയും നമ്മുടെ വിശ്വാസത്തെ അവിടെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ആൾക്കാർ ചെയ്ത കഷ്ടപ്പാടിൻ്റെ ഫലങ്ങളാണ് ഇന്നത്തെ തലമുറ അവിടെ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഐറേനിയസ് തിരുമേനിയുടെ സാന്നിധ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, താബോർ ദേറ എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ഹൃദയമാണ്. തോമമാർ ദിവനാസ്യോസ് തിരുമേനി, ദിദിമോസ് കാതോലിക്ക ബാവ, യോമാർ ഫിലിക്സ്നോസ് തിരുമേനി, ഐറേനിയോസ് ദിവനാസ്യോസ് തിരുമേനി, ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനി, മഹാപുരോഹിതന്മാരുടെ ഒരു ശ്രേണി തന്നെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ സ്കോളറാണ് തിരുമേനി. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും സഭാചരിത്രത്തിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാർത്ഥനാ വിഷയം വെക്കുകയാണ്. മുമ്പേ മോൻസിച്ചായൻ പറഞ്ഞ പോലെ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വലിയ ഒരു 90% വളരെയധികം കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ചാണ് എന്തെങ്കിലുമൊക്കെ നാട്ടിലേക്ക് അയച്ച് ഒരു സമ്പാദ്യം ഉണ്ടാക്കി തീർക്കുന്നത്. ഇന്ന് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു വർഷത്തിന് ഒരു 5-6 മാസത്തിന് മുമ്പുണ്ടായ ഓയിൽ പ്രൈസിലുണ്ടായ ഫ്ലക്ച്വേഷൻ മിഡിൽ ഈസ്റ്റ് എക്കണോമിയെ തകർത്തിരിക്കുകയാണ്. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാര്യം, അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുന്ന US, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് അവിടുത്തെ പെർമനൻറ്റ് മെമ്പേഴ്സ്, സിറ്റിസൺസ് ആയി തീരാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റ് അങ്ങനെയല്ല. അവരങ്ങനെ കൊടുക്കില്ല. അവർ ജോലി ചെയ്തൊരു കാലഘട്ടം കഴിയുമ്പോൾ തിരിച്ചു വരേണ്ടി വരും. ഒന്നിൽ ഫയർ ചെയ്യപ്പെടുമ്പോൾ തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ ആ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു വരേണ്ടി വരും. ഈ ഒരു വർഷത്തിനുള്ളിൽ ദോഹയിൽ നിന്ന് മാത്രം എനിക്കറിയാം 1000-1500 കുടുംബങ്ങൾക്കാണ് തിരിച്ചു വരേണ്ടി വന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം ഞാൻ വളരെ വേദനയോടുകൂടി ഓർക്കുന്നൊരു കാര്യം, ഒരു വർഷം മുമ്പ് അവിടെ ജോലിക്ക് വരികയും ലോൺ എടുത്ത് ഒരു വീട് വെക്കുക, സഹോദരന്മാരെ കെട്ടിക്കുക, അനിയന്മാരെ സഹോദരങ്ങളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ എല്ലാവരും പ്രവാസികളൊക്കെ ആകുന്നത്. അങ്ങനെ എടുത്തൊരു കുടുംബത്തിന് വളരെ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. വലിയ ലോണ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ കഷ്ടതകളിലൂടെ ഈ സമൂഹം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളം മാത്രമായിട്ട് നമ്മുടെ തലമുറയ്ക്കോ നമ്മുടെ വരാനിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കുള്ള തലമുറയ്ക്കോ ഉള്ള റിസോഴ്സസ് അവൈലബിൾ അല്ല. ഏതെങ്കിലുമൊക്കെ പ്രവാസി ആകാതെ നമുക്ക് പോകാനും ഒക്കില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥനയിൽ ഒരു വിഷയമായി കരുതണം. മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഏത് ഷെയ്ക്കും നമ്മുടെ എക്കണോമിയെ, നമ്മുടെ തലമുറയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഓർക്കുന്നു. ഒരു കാര്യം കൂടി, ഒരു പ്രവാസി എന്ന നിലയിൽ ഞാൻ ഈ അനുഗ്രഹം ലഭിക്കുമ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാസികൾ ഈ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ ട്രസ്റ്റി ഒരു പ്രവാസിയായിരുന്നു, ബേവിച്ചാൻ ഒരു പ്രവാസിയായിരുന്നു, ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് ഖത്തറിൽ തന്നെ ഉണ്ടായിരുന്ന അച്ചായൻ പ്രവാസിയായിരുന്നു. ഇവരൊക്കെ ചെയ്തിട്ടുള്ള കാൽപ്പാടുകളെ പിന്തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ഞങ്ങളും.
ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരം അവർക്കുള്ള അംഗീകാരം കൂടിയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ബാബുച്ചാൻ എപ്പോഴും, എൻ്റെ അയൽക്കാരനായ ബാബുച്ചാൻ വർഗീസ് ചാക്കോ, അദ്ദേഹം വെളിയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുമ്പം എപ്പം കണ്ടാലും പറയും, മോനെ മാതാവിനുള്ളത് ഞാൻ കൊടുത്തു. അതൊരു വലിയൊരു സ്പിരിറ്റ് പോലെയാണ് പറയുന്നത്. ഇപ്പം അവർക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ അംഗീകാരം ഏറ്റുവാങ്ങുന്നത്. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രവീൺ അച്ഛൻ, മോൻസിച്ചാൻ പറഞ്ഞ പോലെ തന്നെ ഒരെഴുത്ത്, എന്തെങ്കിലും തരണമെന്നും പറഞ്ഞൊരു എഴുത്ത്, അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പ്രവീണത്തിൻ്റെ ഒരു കാര്യം അങ്ങനെയല്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചോദിക്കും, പലപ്പോഴും വിളിക്കാറുണ്ട്, വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കും. ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി കാണുന്നു. ഇപ്പം ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രവീണത്തിനോട് പറയാൻ തക്കവണ്ണമുള്ളൊരു ഹൃദയബന്ധം വളർത്തിയെടുത്തു. ഇത് ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. നമുക്ക് വീണ്ടും ഈ അനുഗ്രഹം വളർത്തിയെടുക്കണം. ഈ 8 നോയമ്പിനെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കണം. അത് വളർത്തിയെടുത്തൊരു വലിയ അനുഗ്രഹമായി ഈ ഇടവകയ്ക്ക് മാറണം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഇടവകയുടെ ഒരു ആദരവ് ചെറിയൊരു മൊമെന്റം ക്രമീകരിച്ചിട്ടുണ്ട്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി, ആരാഴിപ്പള്ളി, ഹരിപ്പാട്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകും. സങ്കീർത്തനം 119:54. വിശുദ്ധ എട്ടുനോമ്പ് പെരുന്നാൾ 2016 അഭിവന്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന പ്രവാസി സംഗമത്തിൽ കടകപ്പുറത്ത് ശ്രീമാൻ ജോണിക്കുട്ടിയെ ഇടവക പ്രത്യേകമായി ആദരിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി വികാരി, ഹരിപ്പാട് 7/9/2016. ശ്രീമാൻ എല്ലാവർക്കും ഉണ്ടേ? ഹലോ, ശ്രീ ജോസ്, കടകപ്പുറത്ത് നടുക്കേ വീട്. ജോസ്, കടകപ്പുറത്ത് നടുക്കേ വീട്. സാംകുട്ടി, കടകപ്പുറത്ത്. ഡാനിയേൽ TS, കളീക്കലേത്ത്. ഷാജു ജോസഫ്, ചാണാഞ്ചേരി. കുഞ്ഞുമോൻ ജോർജ്, വേളന്തറയിൽ. വർഗീസ് ശ്യാമുവേൽ, തുണ്ടിൽ. ശ്രീബാദാസ്, കവലക്കൽ മേരി വിലാസം. അനു ബേബി, തുണ്ടിൽ വടക്കേതിൽ ഏഡൻസ്. സതീഷ് സണ്ണി, പണ്ടാരത്തിൽ സണ്ണി വില്ല. ജിനു ചെറിയാൻ, തോണ്ടംകണ്ടത്തിൽ. ബിബിൻ M ബേബി, കടവിൽ ബിനിതാ ഭവൻ. സാജൻ സണ്ണി, പണ്ടാരത്തിൽ സണ്ണി വില്ല. അനീഷ് കോശി, പൈങ്ങാലിൽ. അജോ ജോൺ, നെൽപ്പുരയിൽ. ഇതിൻ്റെ പ്രധാന ചുമതലക്കാരനായി പ്രവർത്തിച്ചത് ചാണാഞ്ചേരി ശ്രീമാൻ ഷാജു ജോസഫാണ്. പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന പലരും 15ഉം 20ഉം വർഷമൊക്കെ കഴിഞ്ഞ് കാണുന്നവരാണ്. അവരുടെ ഇന്നലെ പലരും കണ്ടപ്പോൾ അവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനൊരു വേദി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളത്. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ പെരുന്നാളിലെ കൺവീനറായിരിക്കുന്ന ശ്രീമാൻ അനിൽ K. ജോണിനെ ക്ഷണിച്ചുകൊള്ളാം. അഭിവന്യ തിരുമേനി, ഇടവകയുടെ വികാരി ശ്രീ പ്രവീണച്ചൻ, സഹ കാർമ്മികരായിരുന്ന വി തോമസ് അച്ഛൻ, തോമസ് രാജു അച്ഛൻ, സഹ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ സജി കളീക്കൽ,
ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജേക്കബ് ഷാമുവൽ, സെക്രട്ടറി അനിൽ ചാക്കോ, എൻ്റെ പ്രിയപ്പെട്ട അച്ചായന്മാരെ, അമ്മാവന്മാരെ, കുഞ്ഞുങ്ങളെ, 2016 8 നോമ്പ് പെരുന്നാളിൻ്റെ ഭാഗമായി ഇടവക പൊതുയോഗം തീരുമാനിച്ച് മാനേജിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഇന്ന് ഈ പ്രവാസി സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ പ്രവാസി സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇടവകയിൽ നിന്നും കേരളത്തിന് പുറത്തും വിദേശത്തുമായി രാജ്യത്തിന് പുറത്തുമായി കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു ഒത്തുചേരൽ എല്ലാ വർഷത്തെയും പെരുന്നാൾ ഉണ്ടാകണം എന്ന് മാനേജിംഗ് കമ്മിറ്റി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രവാസി സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. തുടർന്നുള്ള കാലങ്ങളിലും ബഹുമാനരായ ഈ പ്രവാസികളുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പെരുന്നാൾ ലോകത്തേക്ക് അല്ലെങ്കിൽ മാതാവിൻ്റെ ആരാഴിയിലെ മധ്യസ്ഥത ഈ ലോകമെമ്പാടും അറിയത്തക്ക തരത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ തരുണത്തിൽ മുൻകാലങ്ങളിലെ പെരുന്നാളുകളും മുൻകാലങ്ങളിലെ ഈ ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഈ ഒരു പ്രവാസി സംഗമമല്ല, ഇതിനു മുമ്പ് വർഷങ്ങളോളം 30-50 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ, ഒട്ടനവധി ഇടവകകൾ ഈ സദസ്സിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട്. അവരെ ഈ തരുണത്തിൽ നമ്മൾ മറക്കുന്നില്ല. അവരുടെ സേവനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായി ഈ തരുണത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ, ഈ പ്രവാസി സംഗമത്തിൽ സംബന്ധിച്ച സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അഭിവന്ദ്യനായ കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബാർ ഐറേനിയസ് തിരുമേനിയുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇതിന് ശക്തമായി നേതൃത്വം നൽകുന്ന ഇടവകയുടെ വികാരി പ്രവീണച്ചനോട് എല്ലാവരും പ്രവീണച്ചന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തി. അച്ഛൻ്റെ നേതൃത്വമാണ് ഈ ഇടവകയുടെ ശക്തി എന്ന് മാത്രം ഞാൻ ഈ യോഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കൂടാതെ ഇന്ന് ഈ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ കടന്നു വന്ന ഈ പ്രവാസി സമൂഹത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ സജി കളീക്കലിനെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് കാർമ്മികത്വം തിരുമേനിയോടൊപ്പം കാർമ്മികത്വം വഹിച്ച മുൻ വികാരി ശ്രീ ബി തോമസ് അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി കടപ്പാട് അറിയിക്കുന്നു. കൂടാതെ ശ്രീ തോമസ് രാജു അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുന്നു. കൂടാതെ ഈ പ്രവാസി സംഗമത്തിൽ ആശംസകൾ നന്ദി പറഞ്ഞ ശ്രീ TS ഡാനിയൽ അവരോടും ശ്രീ ഷാജു ജോസഫ് അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ശക്തമായ പിന്തുണയും നേതൃത്വവും സഹായവും ചെയ്തു വരുന്ന ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജേക്കബ് ഷാമുവലിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അനിൽ ചാക്കോ, സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അനിൽ ചാക്കോയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നിസ്സീമമായ സഹകരണമാണ് ഈ പെരുന്നാളിന്റെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ മാനേജിംഗ് കമ്മിറ്റിയിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും. ആധ്യാത്മിക സംഘടനകൾ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ, ഇടവക അംഗങ്ങളുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലങ്കര സഭ മാസികയുടെ അതിൻ്റെ വാരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും സഭയുടെ മാസികയിൽ അംഗങ്ങളാകണം. അത് പുതുക്കുന്നതിനും പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്നതിനും നമ്മുടെ ഓഫീസിനടുത്ത് ബഹുമാനപ്പെട്ട അജി കടന്നു വന്നിട്ടുണ്ട്. അവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ പ്രവാസി സംഗമത്തിന്റെ ചുമതല മാനേജിംഗ് കമ്മിറ്റി ഏൽപ്പിച്ച ശ്രീ ഷാജു ജോസഫ് ചാണാഞ്ചേരി അച്ചാനെയാണ്. അച്ചാൻ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി യഥാവിധി ക്രമമായി ചെയ്തു. അച്ചാനോടുള്ള പ്രത്യേകമായ നന്ദി പെരുന്നാൾ കമ്മിറ്റിക്ക് വേണ്ടിയും ഇടവ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇപ്പോഴ കൈമുത്താം, രണ്ടുപേരെയായി വന്ന് കൈമുത്തി പിരിയാം. 4 മണിക്ക് എല്ലാ അംഗങ്ങളും പള്ളിയിലെത്തണം. നമുക്ക് മറ്റ് പല എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റുകൾ കണ്ടേക്കാം, എങ്കിലും അത് ഇന്നും നാളെയുമായിട്ട് അത് മാറ്റി നിർത്തി അതിൽ സഹകരിക്കണം. എല്ലാവരും തന്നെ ഒരുക്കത്തോടെ ശുശ്രൂഷയിൽ വൈകിട്ടത്തെയും നാളത്തെയുമായ ക്രമീകരണങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഓർപ്പിക്കുന്നു.
സർവചരാചര പാലകനേ സുരസുതനേ ഭൂരിലയച്ചവനേ സുരവര സംഹതി നായകനേ സ്വജനത്തിനു വരദായകനേ അനുഗ്രഹമാ തീരണമീ പെരുനാൾ. ജഗാത്മജ